ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ കോലം കണ്ട് തെറ്റിദ്ധരിക്കരുത്, ഇത് വീട്ടിലിരിക്കുന്ന വേഷമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ യൂട്യൂബ് കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പം റീസെൻ്റ്ലി കുറേ അധികം ഹൂ നോസ് മീ ബെറ്റർ എന്നുള്ള കണ്ടന്റ് വരുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തില്ല ശരിക്കും, എൻ്റെ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ചേച്ചിയും സതീഷേട്ടനും കൂടെ വെച്ച് ചെയ്യാമായിരുന്നു, പക്ഷെ ഞാൻ മറന്നേ പോയി ആ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം സതീഷേട്ടനെ മാത്രം വെച്ചിട്ട് ഹൗ മച്ച് മൈ ഹസ്ബൻഡ് നോസ് മീ എന്നുള്ള ഒരു കണ്ടന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കണ്ടന്റാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം സതീഷേട്ടനുള്ളപ്പോൾ ഞാൻ ഈ ഇൻട്രോ എടുത്താൽ സതീഷേട്ടൻ ചിരിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഞാനിങ്ങനെ യൂട്യൂബിന് വേണ്ടി ഇൻട്രോ എടുക്കുന്നതൊക്കെ സതീഷേട്ടൻ നേരിട്ട് കണ്ടിട്ടില്ല, വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിലും. അപ്പം നമുക്ക് സതീഷേട്ടനെ ഇങ്ങോട്ട് വിളിക്കാം. ഓക്കെ, ഇതിന്റെ റൂൾസ് അറിയാവോ ഗെയിംസിന്റെ? ഇതിൽ ഞാൻ 10 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഹൂ നോസ് മീ ബെറ്റർ എന്നുള്ള രീതിയിൽ എല്ലാവരും ഇപ്പൊ ട്രെൻഡ് പോലെ ചെയ്യണം. ഇപ്പോഴല്ല, കുറെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എനിക്ക് ഹൂ നോസ് മീ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പുറത്തെ ആളില്ലാത്തതുകൊണ്ട് സതീഷേട്ടനെ മാത്രം നോക്കാനാണ്. ഹൗ മച്ച് മൈ ഹസ്ബൻഡ് നോസ് മീ എന്നുള്ളതാണ് ഞാനിവിടെ തെളിയിക്കാൻ പോകുന്നത്. ഇന്ന് ചിലതൊക്കെ ഇവിടെ പൊളിയും, അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് മറുപടി പറയണം. പിന്നെ എനിക്ക് പെർട്ടിക്കുലർലി പ്രിസൈസ് ആയിട്ട് ആൻസേഴ്സ് ഇല്ലാത്ത ഒന്നും തന്നെ ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതിയിട്ടില്ല. അതായത് എനിക്ക് 2ൽ കൂടുതൽ അങ്ങനെ കാണിക്കില്ല കേട്ടോ വീഡിയോയിൽ. 2ൽ കൂടുതൽ ആൻസേഴ്സ് ഉള്ളതൊന്നും ഞാൻ ഇതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എനിക്ക് തന്നെ കൺഫ്യൂഷൻ ഉള്ളത്, എനിക്ക് പ്രിസൈസ് ആയിട്ട് ആൻസർ ഉള്ളത് മാത്രമേ ഞാനിതിൽ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഞാനൊരു 10 ക്വസ്റ്റ്യൻ ഇന്നലെ ഇരുന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അതില് ഞാൻ സതീഷേട്ടൻ പറയുന്ന ചില വാക്കുകൾ ചിലപ്പം കറക്റ്റ് ആ വേർഡ് ആയിരിക്കത്തില്ല, അതിന് പകരം സമാനമായിട്ടുള്ള സതീഷേട്ടൻ്റെതായ കുറച്ച് വാക്കുകളുണ്ടാവും, അതായിരിക്കും. അപ്പൊ അതുകൊണ്ട് സ്ലാഷ് ഇട്ട് അതും കൂടെ എഴുതിയിട്ടുണ്ടേ. അപ്പൊ അതിലേതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. പിന്നെ 10 ക്വസ്റ്റ്യൻ 10 മാർക്കാണ്. മിനിമം ഒരു 6 മാർക്കെങ്കിലും വാങ്ങിച്ചാൽ നമുക്ക് ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കാം. മിനിമം ഒരു 6 മേടിക്കണം. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ, അല്ലാതെ ഭയങ്കര വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. ഇനി ഞാൻ റൂൾസാണ് പറയണത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് മൈ ഫേവറേറ്റ് മൂവി ജേണർ? ഏത് ടൈപ്പ് ഓഫ് മൂവീസ് ആണ് എനിക്കിഷ്ടം? കോമഡി. ഞാൻ കോമഡി എഴുതി, കോമഡി ഓർ ഹ്യൂമർ എന്ന് എഴുതിയേ. സതീഷേട്ടൻ ഏതാ പറയുന്നതെന്ന് അറിയാത്തോണ്ട് 2 ഞാൻ പറഞ്ഞ സ്ലാഷ് ഇട്ടത്. അപ്പൊ ഒരെണ്ണം ഞാൻ ടിക്ക് കൊടുത്ത് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് സതീഷേട്ടൻ പറയാൻ ഒരു ചാൻസും ഇല്ല കേട്ടോ. ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് നേരെ ഇല്ല. ഇൻ വിച്ച് സ്കൂൾ ഐ സ്റ്റഡി ടിൽ LP? അതായത് LP 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂളുണ്ട്. അതേതാ? ഭാര്യയുടെ സ്കൂൾ. പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് 1-2 പ്രാവശ്യം, പക്ഷെ അത് കേൾക്കൂല. ഇതുവഴി ചിന്മയ ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ LP വരെ പഠിച്ചതാണ് എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കൂള് പറയില്ല, ആലോചിക്കാം. ഓക്കെ, ഒന്നും അറിഞ്ഞൂടാ, എന്തെങ്കിലും ആൻസർ തരുന്നോ? പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ ചിന്മയാന്ന് പറഞ്ഞു, അത് തെറ്റാണെങ്കിൽ ഞാൻ അല്ലാന്ന് പറഞ്ഞിട്ട് അടുത്തത് പിന്നെയും പറയാൻ പറ്റൂല കേട്ടോ, അതോടെ പോയിന്റ് പോവേ. അപ്പൊ സ്കൂൾ ബോബ്ഡെയിൽ മോണ്ടിസോറിയം സ്കൂൾ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർക്ക ഇങ്ങനെയാണ് കേൾക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലാക്കിക്കോ. പിന്നെ ഇത് എന്റെ അറിയാൻ മേലാത്ത കാര്യങ്ങൾ അറിയാനും കൂടെ ഉള്ളൊരു ചാൻസ് ആയിട്ട് എടുത്തോട്ടോ. വിച്ച് ഈസ് മൈ ഫേവറേറ്റ് സോങ് ടൈപ്പ്? പാട്ട്, ഏത് ടൈപ്പ് ഓഫ് പാട്ടാണ്? ഞാൻ 2 ഓപ്ഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് മെലഡീസ്, ഒന്ന് റൊമാൻറ്റിക്. ഇനി എങ്ങനെ പറയുന്നത്? മെലഡി തന്നെയാണ്. 4th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 things? അത് ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട് കേട്ടോ. വാട്ട് ആർ ദ 2 things ഐ കമ്പൽസറിലി ക്യാരി ഇൻ മൈ ഹാൻഡ് ബാഗ്? എപ്പോഴും കയ്യിൽ വെച്ചോണ്ട് നടക്കുന്ന സാധനമല്ല, എവിടെയെങ്കിലും പോകുമ്പോൾ ഹാൻഡ് ബാഗിൽ കമ്പൽസറി ആയിട്ട് 2 സാധനങ്ങൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത എന്തൊക്കെയാണ്? അല്ല, എപ്പോഴും പണ്ട് തൊട്ടേ, ഇപ്പോഴും അല്ല കേട്ടോ. കുഞ്ചുവിന്റെ റിലേറ്റഡ് അല്ല, കുഞ്ചു റിലേറ്റഡ് അല്ല, എന്റെ പേഴ്സണൽ റിലേറ്റഡ് ആയിരുന്നു. ഒന്ന്. പിന്നെ ലിപ് ബാം. ഹാഫ് മാർക്ക് കൊടുക്കാം. ലിപ്സ്റ്റിക് ശരിയാ, പക്ഷെ സെക്കൻഡ് തിങ് അതല്ല, മൊബൈലാണ്. മൊബൈൽ ഇല്ലാതെ അല്ലല്ല ഹാൻഡ് ബാഗ് നോക്ക. ഹാഫ് മാർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ.
5th ക്വസ്റ്റ്യൻ, പകുതി ക്വസ്റ്റ്യൻ ആകെ. വിച്ച് ഈസ് മൈ ഫേവറേറ്റ് പ്ലേസ് ദാറ്റ് ഐ ആം ഓൾവേസ് റെഡി ടു ഗോ. അതായത് എനിക്ക് ആഗ്രഹമുള്ളതല്ല, പോയിട്ടില്ലാത്ത ആഗ്രഹമുള്ളതല്ല. അല്ലെന്ന്, അതാണ് ക്വസ്റ്റ്യൻ ഫുള്ള് കേൾക്കാതെ ആൻസർ പറയരുത്. പോകാൻ ആഗ്രഹമുള്ള പോയിട്ടില്ലാത്ത സ്ഥലമല്ല. എനിക്ക് എപ്പോഴും ഞാൻ പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ എപ്പോൾ വേണേ പോകുന്നത്, എപ്പോഴും പോകുന്നതായിരിക്കാം. പക്ഷെ എനിക്ക് എപ്പോൾ പോകാന്ന് പറഞ്ഞാലും ഞാൻ റെഡി ആകും. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ തന്നെ ഡയലോഗ് പറഞ്ഞോണ്ടാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആൻസർ പറഞ്ഞത്. ശരിയാണ്, ഗുരുവായൂർ ടെമ്പിൾ നോക്കിയായിരുന്നോളോ? ബുക്ക് നോക്കി ഡൗട്ടുണ്ട്. അപ്പൊ അതറിയാം അല്ലേ? ഓക്കെ, 6th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മൈ, ഞാൻ ഇത് മിനിഞ്ഞാന്ന് പറഞ്ഞതാണ് സതീഷനോട്, ഓർമ്മ എത്ര ഉണ്ടെന്നുള്ളത്. വാട്ട് ഈസ് മൈ കറന്റ് വെയിറ്റ്? ഞാൻ പോയിന്റ് ഇട്ടുള്ള പോയിന്റ് സൈഡ് എഴുതിയിട്ടുണ്ട്, അല്ലെ കറക്റ്റ് ആ ഒരു ഇത് റൗണ്ട് ചെയ്ത് പറഞ്ഞു. ഇല്ല ഒറ്റ ഒരെണ്ണം പറഞ്ഞു. മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞാണേ, കണ്ട 67.50 ആണ്. 5 എന്ന് പറഞ്ഞാൽ 50. അത് ആരാ എത്ര? പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞു, നീ ഇവിടുന്നല്ലേ ഇവിടെ കാണിച്ചു. ഓർമ്മയൊക്കെ ഉണ്ടോ? അത് ശരിയായേ. 7th ക്വസ്റ്റ്യൻ. 3 ക്വസ്റ്റ്യനോടെ കഴിഞ്ഞ സതീഷാണ് ഞാൻ ഇതിന്ന് റിലീസ് ചെയ്യും. ഓക്കെ, ചെറിയ കണ്ടല്ലേ, പെട്ടെന്ന് തീർന്നു പോയി. വാട്ട് ഈസ് മൈ, നേരെ. ഓക്കെ, 7th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ടേസ്റ്റ്? നേരത്തെ അങ്ങനെയല്ല, കോമൺലി എനിക്ക് ഇപ്പോഴും നേരത്തെ ഒക്കെ ഇഷ്ടമുള്ള ടേസ്റ്റ്. കറക്റ്റ് പറയണമെങ്കിൽ മധുരം, പഞ്ചസാര ടൈപ്പ് മധുരം. ഞാൻ ഇംഗ്ലീഷാ ചോദ്യം ചോദിച്ചത്, ഇംഗ്ലീഷിൽ ആൻസർ പറയണം. ഷുഗർ. ഞാൻ ഷുഗർ ഓർ സ്വീറ്റ് എന്ന് എഴുതി. അത് എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്, ഞാൻ കഴിക്കുന്നില്ല ഇപ്പൊ. അതാണ് നേരത്തെ ആണോ എന്ന് ചോദിച്ചത്. പക്ഷെ ഞാൻ വെയിറ്റ് പറയുന്നതുകൊണ്ട് കഴിക്കുന്നില്ല. പക്ഷെ എനിക്കിപ്പോഴും ഷുഗർ കണ്ടാൽ ഞാൻ ആർത്തിയാട്ടോ. ഓക്കെ, 8th ക്വസ്റ്റ്യൻ. ഇത് അറിഞ്ഞിരിക്കണം ഒരു ഭർത്താവ് മിനിമം. വാട്ട് ഈസ് മൈ ഷൂ സൈസ്? നിന്റേത് എന്റേത് 8 ആണ്, അപ്പോ നിന്റേത് 7. അതിന്റെ അങ്ങനെ ഒരു കണ്ടുപിടുത്തം. ഒരു സാധനം കുറവേ ഉള്ളൂ, ഒരു പീസ്. ശരിയാടാ നീ. അയ്യോ. ഓക്കെ, 9th ക്വസ്റ്റ്യൻ. ഞാനേ കുറച്ചുകൂടെ ടഫുള്ള ക്വസ്റ്റ്യൻസ് എഴുതുന്നത്. ഞാൻ സതീഷൻ ഇതുപോലും പറയൂലെന്ന് വിചാരിച്ചു ഇത്രയും സിമ്പിൾ എഴുതിയത്, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കട്ടുള്ളൂ. ഓക്കെ, വിച്ച് ഈസ് മൈ കറന്റ് ഡ്രസ് സൈസ്? സതീഷൻ എനിക്ക് ഡ്രസ്സൊക്കെ ഇഷ്ടംപോലെ വാങ്ങിച്ചു തരുന്നതാണ്. പക്ഷെ ഈ വെയിറ്റ് കുറഞ്ഞതിന് ശേഷം വളരെ കുറവാണ് വാങ്ങിച്ചു തന്നിട്ടുള്ളത്. ഞാൻ തന്നെ പോയി എടുക്കുക ചെയ്തിട്ട്. അപ്പൊ ഇത് അറിയാൻ സാധ്യത കുറവാണ്, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉള്ള കറന്റ് സൈസ് ആണേ, നേരത്തെ അല്ല. മീഡിയം. ഞാൻ എഴുതിയിരിക്കണം. ഞാൻ മീഡിയം എഴുതി. ഇപ്പൊ കുറച്ചുകൂടെ മീഡിയം ഞാൻ ലാസ്റ്റ് ഒരു മാസം മുന്നേ എടുത്തത്. അപ്പം മീഡിയം ആയിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, ചിലപ്പോ സ്മോൾ ആയിട്ടുണ്ട്. മീഡിയം ഞാൻ എഴുതിയിരിക്കുന്നത്, മീഡിയം. 10ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. പക്ഷെ എന്റെ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായി. വാട്ട് ഈസ് മൈ DOB? ഡേറ്റ് ഓഫ് ബർത്ത്. വാട്ട് ഈസ് മൈ ഡേറ്റ് ഓഫ് ബർത്ത്? ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. ഒരു ഇത് നമ്പർ മാത്രം പറഞ്ഞാൽ പോരാ, ടോട്ടൽ ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് പറയണം. അതായത് സതീഷന്റെ ഇപ്പൊ 11/2/1986 ആണെങ്കിൽ അത് ഇരുന്ന് എണ്ണുന്നത് ഭാര്യയുടെ. എനിക്ക് 11/2/1986 ആണെന്ന് അറിയാം കേട്ടോ. ഇതിങ്ങനെ എണ്ണിയൊക്കെ കണ്ടുപിടിക്കും. എന്തൊരു ഗതികേടാ. 10 ഡേറ്റ് ആണ്, 6ാം മാസമാണ്. അത് അങ്ങനെ പറ. 10/6/98. ഇനി എന്റെ ഇത് നോക്കുവോ, പ്രായം നോക്കുവോ കാൽക്കുലേറ്റ് ചെയ്ത്? 1998. 10/6/1998. എന്നിട്ട് പിന്നെ ഞാൻ അല്ലാത്തപ്പോ ചോദിക്കും, നിനക്ക് അറിയത്തില്ലല്ലോ. എണ്ണ 1 2 3 4 5 6 7 8. 8 ഔട്ട് ഓഫ് 10. 8 അരയുണ്ട് കേട്ടോ, ഒരു അരയുണ്ട്. 8 ഔട്ട് ഓഫ് 10. അങ്ങനെ വിജയകരമായി സതീഷത്തിന്റെ ഗെയിമിൽ ജയിച്ചിരിക്കുന്നു. ഞാൻ സത്യത്തിൽ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിപ്പോയി. കൺക്ലൂഷൻ പറ.
എന്ത്? കൺക്ലൂഷൻ എന്തേലും പറ. ഒരു എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? ഒന്നും ഇനി ഇങ്ങനത്തെ ഗെയിമുകൾ താല്പര്യം. നീ കൊഞ്ചിനെ പിടിച്ചു. ഓക്കെ, അത് മാറ്റി. ആ പറ. ഒരു കണ്ടന്റ് ഒരു 5 മിനിറ്റ് ചെയ്യാൻ നിനക്ക് വയ്യേ ഫോൺ മാറ്റി വെച്ച്? ഓക്കെ, കൂടുതൽ അങ്ങനെ അങ്ങനെ കാണിക്കില്ല കേട്ടോ വീഡിയോയില്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യുന്ന കണ്ടന്റാ. നീ കൊഞ്ചിനെ പിടിച്ചു. കുഞ്ചു കുറച്ചുകൂടെ ആവുകയാണെങ്കിൽ ഞാൻ കുഞ്ചുനെ മാത്രമേ പിടിച്ചെടുത്തുള്ളൂ. ഓക്കെ.